വർഷം കഴിഞ്ഞാൽ നാം പൂർണ്ണമായും മറക്കപ്പെട്ടേക്കാം. എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നത് നാം ഇല്ലാതെ നമ്മുടെ സ്വന്തക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. സത്യമെന്തെന്നാൽ ഇവിടെ ആരുടെയും ജീവിതം മറ്റൊരാളില്ലാതെ പൂർണ്ണമായും നിലച്ചു പോകുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ വളരെ വേഗം പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ വിലമതിക്കാം, അവനവന് വേണ്ടി ജീവിക്കാം, സ്വയം സ്നേഹിക്കുക, ജീവിക്കാൻ മറക്കരുത്. ഇവിടെ പലരും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പല ബന്ധങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് ഒന്ന് നിർത്തി നോക്കൂ. അപ്പോൾ പലരും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കും. കേൾക്കാൻ കഠിനമെങ്കിലും ഇതൊരു ജീവിത സത്യമാണ്. നമ്മുടെ അന്ത്യകർമ്മങ്ങൾ ഒരിക്കൽ ഒരു സന്യാസി പരുന്തിനോട് പറഞ്ഞു, നീ വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്, പക്ഷേ നിനക്ക് 3 കുറവുകളുണ്ട്. ഒന്നാമതായി, നീ എത്ര ഉയരത്തിൽ പറന്നാലും നിന്റെ നോട്ടം എപ്പോഴും താഴേക്കാണ്. രണ്ടാമതായി, നിന്റെ കുഞ്ഞുങ്ങളുടെ ചുറ്റുമുള്ള പച്ചപ്പുള്ള മൃദുവായ പുല്ലുകൾ മാറ്റി പകരം നീ മരക്കഷ്ണങ്ങൾ വെക്കുന്നു. എത്ര ക്രൂരയായ അമ്മയാണ് നീ. മൂന്നാമതായി, കൊടുങ്കാറ്റ് വരുമ്പോൾ നീ ഒളിച്ചിരിക്കാതെ നിന്റെ ശക്തി കാണിക്കാനായി അതിനു നേരെ പറക്കുന്നു. എത്ര അഹങ്കാരിയാണ് നീ. ഇത് കേട്ട പരുന്ത് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഞാൻ എത്ര ഉയരത്തിൽ പറക്കുമ്പോഴും താഴേക്ക് നോക്കുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. ഒരാൾ എത്ര ഉയരത്തിലുള്ള വിജയം നേടിയാലും തൻ്റെ വേരുകൾ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം അയാളുടെ വീഴ്ച ഉറപ്പാണ്. രണ്ടാമതായി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റുമുള്ള മൃദുവായ പുല്ലുകൾ ഞാൻ മാറ്റുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാനല്ല, പകരം അവരെപ്പോഴും സുഖസൗകര്യങ്ങളിൽ മാത്രം ജീവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വന്നാൽ അവർ ഒരിക്കലും ഉയർന്നു പറക്കില്ല. മൂന്നാമതായി, അങ്ങ് അഹങ്കാരമായി കണ്ട എൻ്റെ സ്വഭാവം എൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ്. കൊടുങ്കാറ്റ് വരുമ്പോൾ ഞാൻ ഓടി ഒളിക്കാറില്ല. ആ കൊടുങ്കാറ്റിനെ എൻ്റെ ചിറകുകൾ ശക്തമാക്കാനായി ഞാൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ കണ്ട് ഓടിപ്പോകേണ്ടി വരില്ല. പരുന്തിന്റെ വാക്കുകളിൽ വലിയ ജീവിത സത്യം ഒളിഞ്ഞിരിക്കുന്നു. സുഖസൗകര്യങ്ങൾ ഒരാളെ ദുർബലനാക്കും. ഡോൺ റാഫേൽ എന്നാൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അയാൾ കൂടുതൽ ശക്തനായിത്തീരും. വലിയ വിജയങ്ങൾക്ക് ശേഷവും വിനയം കാത്തു സൂക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ നേട്ടം. ഒരിക്കൽ ഒരു വീട് പെനാൽറ്റി കിക്ക് തടുക്കുന്ന ഗോളിയുടെ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളായി പലരും ഗോളിക്കുന്നു. സ്റ്റേഡിയത്തിലെ പകുതി പേർ ഗോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ കണ്ണുകൾ മുറുകെ അടച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ റഫറി വിസൽ മുഴക്കുമ്പോൾ പന്തും ഗോൾ പോസ്റ്റും ഗോൾ കീപ്പറും മാത്രം. ആ നിർണായക നിമിഷത്തിൽ അയാളുടെ വിധി അയാൾ ഒറ്റയ്ക്ക് വേണം നേരിടാനായിട്ട്. ജീവിതമാകുന്ന ഗോൾ പോസ്റ്റിൽ നമ്മൾ എന്നും ഒറ്റയ്ക്ക് വേണം വരുന്ന പന്തുകളെ നാം നേരിടേണ്ടത്. സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അനേകം പേർ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കാം. കൂടെ കാണുമെന്ന് ഉറപ്പുള്ളവർ ചിലപ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോവുക എന്നാൽ കൂടുതൽ കരുത്തനാവുക എന്നതാണ് അതിൻ്റെ. ഒറ്റയ്ക്കായി പോകുന്നത് ജീവിതത്തിൽ നിങ്ങളെ തളർത്താനുള്ള നിമിഷങ്ങളല്ല, മറിച്ച് നിങ്ങളെ വളർത്താനുള്ള നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ിലെ മൂത്ത പുത്രന്മാരിൽ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്നാൽ കുന്നുകൂടിയ പണവും ആഡംബരങ്ങളും മാത്രമല്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന, ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവുമില്ല എന്ന് തോന്നുന്ന ആ ഒരു മനസ്സിന്റെ അവസ്ഥയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ അനുഗ്രഹം. ബാങ്ക് അക്കൗണ്ടിൽ കോടികളില്ലായിരിക്കാം, വില കൂടിയ ആഡംബര വസ്തുക്കൾ സ്വന്തമായില്ലായിരിക്കാം, എങ്കിലും ആവശ്യ സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്നാൽ ഏറ്റവും കൂടുതൽ പണമുള്ള ജീവിതമല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ജീവിതമാണ്. നിരന്തരമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടി മനസ്സ് മടുപ്പിക്കാതെ അടിസ്ഥാന ആവശ്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നതിൽ സന്തോഷം കണ്ടെത്തുക.
നിങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെയില്ല. ആ തിരിച്ചറിവാണ് യഥാർത്ഥ സന്തോഷം. ഈ വാക്കുകളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. നമ്മളോട് ഒരാൾക്ക് ശത്രു തോന്നാൻ നമ്മളൊരാളെ ദ്രോഹിക്കണമെന്നില്ല. നമ്മളൊന്ന് നന്നായാൽ മതി. നമ്മൾ നന്നായി കഴിഞ്ഞാൽ ചുറ്റുമുള്ള പലർക്ക് നമ്മളോട് ദേഷ്യമാവും, അസൂയാവും, വെറുപ്പാകും. പിന്നെ നമ്മളോട് വെളുക്കെ ചിരിക്കുമ്പോഴും നെഞ്ചിൽ വല്ലാത്ത ആദിയായിരിക്കും, അവൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത്. പിന്നെ നമ്മുടെ കുറ്റങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മുടെ വളർച്ചയല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ തളർന്നു വീഴുന്നത് കാണാനാണ് പലരുടെയും ആഗ്രഹം. അതുകൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാകണം. നമ്മളോട് ഒരാൾക്ക് ശത്രു തോന്നാൻ നമ്മളൊരാളെ ദ്രോഹിക്കണമെന്നില്ല. നമ്മളൊന്ന് നന്നായാൽ മതി. നമ്മൾ നന്നായി കഴിഞ്ഞാൽ ചുറ്റുമുള്ള പലർക്ക് നമ്മളോട് ദേഷ്യമാവും, അസൂയാവും, വെറുപ്പാകും. പിന്നെ നമ്മളോട് പലരും ചോദിക്കും, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? സത്യത്തിൽ നമുക്ക് ഫേവറേറ്റ് പ്ലേസുകളില്ല, നമുക്ക് ഫേവറേറ്റ് ആളുകളാണുള്ളത്. നമ്മൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ ഫേവറേറ്റ് ആളുകളുടെ കൂടെ ഉള്ളപ്പോൾ ആ സ്ഥലം ഫേവറേറ്റായി മാറുന്നു. സത്യമല്ലേ? സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ മാജിക്കാണിത്. ഇനി ഈ സ്നേഹത്തിന് പെട്ടെന്ന് ആ സ്ഥലം വെറുക്കപ്പെട്ട ഇടമാക്കാനും ഒക്കെ പറ്റും. സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരം 2 രാജ്യങ്ങൾക്കിടയിലല്ല, മറിച്ച് ഒരേ ഭാഷയിൽ സംസാരിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത 2 മനുഷ്യർക്കിടയിലാണ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ വീരാൻകുട്ടി പറയുന്നുണ്ട്, മഴയത്ത് ഒരു ഇല ചൂടി നടന്നു പോകുന്ന 2 പേർ. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? കൂടുതൽ നനഞ്ഞതാരാണ് എന്ന് നോക്കിയാൽ മതി. കൂടുതൽ നനഞ്ഞത്. നമ്മുടെ സ്നേഹത്തിൽ, ഫ്രണ്ട്ഷിപ്പിൽ ആരാണ് കൂടുതൽ നനയുന്നത്? പലരും ചോദിക്കും, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ്? തിരുഹൃദയഗീതം കവിത 21 ഭാഗം. മണ്ണിൻ്റെ കുന്നുകൾ മലവാടിയാക്കാനും മണ്ണിനെ പൊന്നാക്കി മാറ്റിയിടാനും പെരുവെള്ളം കൊച്ചു നീർച്ചാലുകളാക്കാനും മരുണാർദ്ധനാമെന്നാശ്രയിപ്പിൻ. ഈറ്റം കുറയ്ക്കാതെ താഴ്മ ശീലിക്കാതെ ചീറ്റുന്ന കാളിയൻ സർപ്പങ്ങളെ ആ നിമിഷത്തിൽ ഭസ്മരിച്ചിടൂ ഞാൻ. കാറ്റിൻ പറക്കുന്ന ധൂളിയാക്കും. ദാഹിച്ച് യാചിപ്പിൻ മൽമുഖം. ദർശനഭാഗ്യം സംസിദ്ധിക്കുവിൻ. മരണത്തെ നിർഭാഗ്യവരമായി കരുതുവിൻ. മാലോകയാത്രയിൽ പരിഗണിപ്പിൻ. സായുജ്യം നേടുവാൻ ഭൂതലം തന്നിലെ സകലതും സംതൃജിക്കുന്നു മർത്യൻ. സ്വർഗീയതാതൻ്റെ വശസിൽ തല ചായ്ച്ച് സുന്ദര സുഖനിദ്ര പെയ്തിടുന്നു. താഴ്ന്നു നരകത്തിൽ താഴ്മയില്ലാത്തവർ തഴുകുവാലേൽക്കുന്നെൻ്റെ വിനയശീലർ. കലമാനെ വെല്ലുന്ന വേഗതയവരുടെ കാലുകൾ കേകും ഞാൻ സ്നേഹപൂർവം.
അജ്ഞരെ വിജ്ഞരായി പൊക്കുന്ന ഞാൻ തന്നെ വിജ്ഞരെ അജ്ഞരായി താഴ്ത്തിയിടുന്നു. മാമാഹവചനങ്ങൾ തേനീനെ വെല്ലുന്ന മധുരം പകരുന്നു പലഹാരമാം. ആശ്രയിച്ചിടല്ലേ വാളിലും തോക്കിലും ആണവ ബോംബിലും യുദ്ധത്തിലും. അത്യന്ത സുന്ദര വിജയം വരിക്കുന്ന ആയുധശക്തിയിലാശ്രയം വയ്ക്കാതെ ആദർശശീലരായി ജീവിക്കുവിൻ. ആയുധശക്തിയിലാശ്രയം വയ്ക്കാതെ ആദർശശീലരായി ജീവിക്കുവിൻ. ആടുകൾ മുഴുവനും അഭയം പ്രാപിക്കട്ടെ. ഇടയാനിലിടറാകെ എന്നുമെന്നും മർത്യരാമാരോമാല ശതകോടി കൂട്ടത്തിൽ സംരക്ഷകൻ നല്ലിടയൻ. ഞാനെന്ന സത്യം മറക്കാതെ മേയുവിൻ. അനുദിനം ഭൂതല പുൽപ്പരപ്പിൽ ആനയിച്ചിടും ഞാനെന്ന കൂട്ടത്തെ ആലയിൽ വിശ്രമമാസ്വദിപ്പാൻ. അനന്തഭാഗ്യത്തിൻ ജലാശയത്തിങ്കല അജഗണം കുടിജലം കണ്ടെത്തിയിടും. ഏകാഗ്രചിത്ര എന്നെ വിളിക്കുന്ന എല്ലാ മനുഷ്യരും രക്ഷ നേടും. അവരുടെ ഫലമേറും കോട്ട ഞാനായിടും. അവനിൽ ജീവിത സാഗരത്തിൽ ലബനോനിൽ വളരുന്ന ദേവദാരുക്കൾക്കും പ്രബലങ്ങളാണെന്ന കുങ്കു വേണ്ട. കൊടിക്കൊടുങ്കാറ്റടിക്കുമ്പോൾ അവയാകെ അടിവേരടക്കം നശിച്ചിടുന്നു. സന്ധ്യയ്ക്ക് തോന്നുന്ന ദുഃഖം പ്രഭാതത്തിൽ സന്തോഷമാക്കുന്ന എന്നെ നോക്കി സന്തതം സ്തുതി ചൊല്ലും തനയാരായി തീരുവിൻ. സന്താപ സംഭ്രമം തീണ്ടിടാതെ കൊടുങ്കാറ്റിനാൽ കടലല തല്ലിക്കരയുമ്പോൾ കുളവും കിണറും ചിരിച്ചിടുന്നു. കാട്ടിലെ കഴുകനും കാക്കയും കേഴുമ്പോൾ കൂട്ടിലെ കുയിലുകൾ പാടിയിടുന്നു. കൊട്ടാരം ഭൂകമ്പം കൊണ്ടു വിറയ്ക്കുമ്പോൾ കുടിലുകൾ കൂസാതെ വിലസിടുന്നു. ഭക്തിയോടെന്നിൽ അഭയം പ്രാപിച്ചവർ ഭഗ്നാശരാകാതെ മേവിടുന്നു. കുറ്റങ്ങൾ ചെയ്താലും മാപ്പിരക്കുന്നോരെ കറ്റക്കീടാങ്ങൾ പോൽ ഞാൻ വളർത്തും. അലറിയൊഴുകി വരുന്ന മലവെള്ളം അവരെ ദർശിക്കവേ വഴിമാറിയിടും. നേരോടെ നെറിവോടെ പെരുമാറും മക്കളെ നേരെ സ്വർഗത്തോട്ട് ഞാൻ വഹിക്കും.
ആദിയും അറുതിയുമില്ലാത്ത ദൈവത്തെ ആയുധമാക്കിയോർ പോർക്കളത്തിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ